കസ്റ്റമർ പൈസ കൊടുത്ത് വാങ്ങുന്ന ഫോണിന്റെ റിപ്പയറബിലിറ്റി സാധ്യതകളെക്കുറിച്ച് അവർക്ക് അറിയാനുള്ള അവകാശമുണ്ട്. അത് പറഞ്ഞു കൊടുക്കാനുള്ള ബാധ്യത കമ്പനികൾക്കുമുണ്ട്. നിങ്ങളുടെ സ്മാർട്ട് ഫോണിനോ ടാബ്ലറ്റിനോ എന്തെങ്കിലും കേടുവന്നാൽ അത് നന്നാക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഇനി കമ്പനി പറഞ്ഞു തരും. എങ്ങനെയെന്നല്ലേ? കമ്പനികൾ അവരുടെ പ്രൊഡക്റ്റ് നന്നാക്കുന്നതിനുള്ള മാർഗത്തെക്കുറിച്ചും അത് എത്രത്തോളം എളുപ്പത്തിൽ നന്നാക്കാൻ സാധിക്കുമെന്നതിനെക്കുറിച്ചും കസ്റ്റമറിനെ അറിയിക്കാൻ പാക്കിങ്ങിൽ ചില പ്രത്യേക രേഖകൾ ഉൾപ്പെടുത്തണം. അതോടൊപ്പം സ്പെയർ പാർട്സ് ലഭ്യതയെക്കുറിച്ചുള്ള വിവരങ്ങളും ഉണ്ടാകും. ഈ നിർബന്ധിത രേഖയാണ് റിപ്പയറബിലിറ്റി ഇൻഡെക്സ്. കേന്ദ്ര ഉപഭോക്തൃകാര്യ മന്ത്രാലയമാണ് ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ഇത് നിയമമായാൽ കമ്പനികൾ പുറത്തിറക്കുന്ന എല്ലാ സ്മാർട്ട് ഫോണുകൾക്കും ടാബ്ലറ്റുകൾക്കുമൊപ്പം റിപ്പയറബിലിറ്റി ഇൻഡെക്സ് രേഖപ്പെടുത്തണം. ഇത് QR കോഡ് രൂപത്തിലും സെറ്റ് ചെയ്യപ്പെടും. തുടക്കത്തിൽ സ്മാർട്ട് ഫോണുകളുടെയും ടാബ്ലറ്റുകളുടെയും പാക്കിങ്ങിലാണ് നടപ്പാക്കുക. ഇതുവഴി നിങ്ങൾ വാങ്ങുന്ന ഇലക്ട്രോണിക് ഡിവൈസിന്റെ റിപ്പയറബിലിറ്റി സാധ്യതകളെക്കുറിച്ച് ഒരു ധാരണ ലഭിക്കും. ബാറ്ററി, ഡിസ്പ്ലേ അസംബ്ലി, ഫ്രണ്ട് ക്യാമറ അസംബ്ലി, ചാർജിംഗ് പോർട്ട്, സ്പീക്കർ, അങ്ങനെ ഒരു ഫോണിന്റെ ഡാമേജ് കൂടുതലായി കണ്ടുവരുന്ന 11 പാർട്ടിന്റെ റിപ്പയറിംഗ് സാധ്യതകളെക്കുറിച്ചാണ് പരിശോധിക്കുക. ഇത് കണ്ടെത്തി 1 മുതൽ 5 വരെ റേറ്റിംഗ് രേഖപ്പെടുത്തും. എത്രത്തോളം എളുപ്പത്തിൽ നന്നാക്കാൻ സാധിക്കുമെന്നും കേടായ ഭാഗങ്ങൾ അഴിച്ചെടുക്കാനും മാറ്റിവെക്കാനും നന്നാക്കാനും എത്രത്തോളം കഴിയും എന്നതിനനുസരിച്ചാണ് ഈ റേറ്റിംഗ് നൽകുന്നത്. ഇത് നോക്കി നമുക്ക് സാധനത്തിന്റെ റിപ്പയറിംഗ് സാധ്യത മനസ്സിലാക്കാനും അതനുസരിച്ച് സ്മാർട്ട് ഫോൺ ചൂസ് ചെയ്യാനും സാധിക്കും. ഇലക്ട്രോണിക് ഡാമേജിനെ തുടർന്ന് നിരവധി പരാതികളാണ് വർഷം തോറും ഉപഭോക്തൃ സമിതിയിൽ ലഭിക്കുന്നത്. നിത്യജീവിതത്തിന്റെ ഭാഗമായ സ്മാർട്ട് ഫോണുകൾ കുറ്റമറ്റതാക്കാനും അതിന്റെ റിപ്പയറിംഗ് സാധ്യത മെച്ചപ്പെടുത്താനും അതോടൊപ്പം തന്നെ ഇത് വാങ്ങിയ ശേഷം ജനങ്ങൾക്ക് ഇതിന്റെ സേവനങ്ങൾ കൂടുതൽ എളുപ്പമാക്കുക എന്നതുമാണ് ഇതിന്റെ ലക്ഷ്യം. കമ്പനികൾ റിപ്പയറബിലിറ്റി ഇൻഡെക്സ് സ്വയം പ്രഖ്യാപിക്കുന്നത് വഴി ഇന്ത്യയിൽ മൊബൈൽ ഫോൺ ഉപഭോക്താക്കൾ നേരിടുന്ന ഡാമേജിംഗ് പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ ഇത് ഉത്തരം നൽകും. ഇന്ത്യയിലെ നഗരഗ്രാമങ്ങളിലുള്ള ജനങ്ങൾക്ക് താങ്ങാനാവുന്ന വിലയിൽ റീപ്ലേസ്മെന്റ് സാധ്യമാക്കാനും ഇതുവഴി സാധിക്കും. കമ്പനികൾ മിനിമം 1 വർഷത്തേക്കാണ് വാറന്റി നൽകുന്നത്. അതിനുശേഷം ഫോണുകൾക്ക് എന്ത് സംഭവിച്ചാലും തങ്ങൾക്ക് ബാധ്യതയില്ലെന്ന് പറഞ്ഞ് കൈയൊഴിയുന്ന പ്രവണതയാണ് കാണുന്നത്. അതിനെതിരെ ഉപഭോക്താക്കളും കമ്പനിയും തമ്മിൽ ഒരു മികച്ച എക്കോസിസ്റ്റം സൃഷ്ടിക്കുക എന്നതാണ് ഉപഭോക്തൃ സമിതി റിപ്പയറബിലിറ്റി ഇൻഡെക്സ് വഴി ലക്ഷ്യം വെക്കുന്നത്. ഇനി നിങ്ങൾ വാങ്ങുന്ന ഫോണിന് കേടുപാടുകൾ സംഭവിച്ചാൽ അത് നന്നാക്കാൻ പറ്റുമോ ഇല്ലയോ എന്നും അത് നന്നാക്കാൻ എത്ര രൂപ ചെലവാക്കേണ്ടി വരുമെന്നൊക്കെ മുൻകൂട്ടി മനസ്സിലാക്കാൻ സാധിക്കും.